പ്രൈസ് ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായം മുതലുള്ളത് നമ്മളിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതിൽ 1-ാമത്തെ വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് 1-ാമത്തെ ഭൂമിയും 1-ാമത്തെ ആകാശമാണ്. അത് ഒഴിഞ്ഞുപോയി, സമുദ്രവുമില്ല. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയാണ് ഇത്. അതിനെ പറ്റി പറയുന്നു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നു ഞാൻ കണ്ടു. ഈ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇതാ നിത്യതയുടെ അവസ്ഥയെപ്പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം പ്രത്യേകമായിട്ടാണ്, അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്ന് പറയും. നേരത്തെ 6-ാം അധ്യായത്തിൽ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ആത്മാക്കൾ നിലവിളിക്കുന്നതായിട്ട് കണ്ടു. അവർക്കൊരു രൂപാന്തരം വന്ന് പഴയ ദുഃഖങ്ങളെല്ലാം മറന്നുപോയി പുതിയൊരു അവസ്ഥ അവർക്കുണ്ടാകും എന്നാണ് അതിവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് കൽപ്പിച്ചു. അവരുടെ രൂപാന്തരം വന്നു കഴിഞ്ഞു. ഇനി ദുഃഖവും മുറവിളിയൊന്നും ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയായപ്പോൾ ആ പരിപാടി തീർന്നു. പിന്നെ അവസാനത്തെ മരണം എന്ന് പറയുന്നത് നരകവിധിയാണ്. ആ വിധിയെല്ലാം കഴിഞ്ഞു. ഇനി ദുഃഖമില്ല, കണ്ണീരില്ല, എല്ലാം പുതുതാക്കി ദൈവം തീർത്തു എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അവൻ എന്നോട് അരുളിച്ചത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദ്യം അന്തുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഒരു നദി യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങുന്നതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ ചിത്രത്തിൽ പറയുന്നത്. നീരുറവ് ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇത് ജയിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ജയിക്കുക എന്ന് പറയുന്നത് ദൈവകൽപ്പനകൾ പ്രമാണിച്ച് അവസാനത്തോളം വരെ നിലനിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ അനുഗ്രഹം ഉള്ളത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പകയിലത്ര. അത് 2-ാമത്തെ മരണം. എന്നാൽ ഭയപ്പെട്ട് നടക്കുന്നവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയാണ്. അവനെ അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ഇതൊക്കെ നമുക്കറിയാം. ഈ ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന നുണ പറയുന്നവർക്കും എല്ലാം തീയും ഗന്ധവും കത്തുന്ന പുകയത്രേ. അവർക്കെല്ലാം നരകമാണ്. അത് 2-ാമത്തെ മരണം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ ആവുന്ന വിശദയിൽ ഉയർന്നൊരു വൺമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, പുതിയ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച് മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അതന്നെ സെയിം തിങ് ഈ 10-ാം വാക്യത്തിലും പറയുന്നത്. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. ഒരു രത്നം പോലെ അത്രയ്ക്കും ജ്യോതിസുള്ള ഒരു ഇതായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പൊക്കമുള്ള വന്മതിൽ 12
ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുമുണ്ട്. ഒരു പൊക്കമുള്ള വൻമതിലുണ്ട്, അതിന് 12 ഗോപുരങ്ങളുണ്ട്. ഗോപുരങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരും കൊത്തിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തലന്മാരുടെ പേരുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. സ്വച്ഛ സ്ഫടികത്തെ പോലെയുള്ള സ്വർണത്തിൻ്റെ നിറമാണെന്ന്. ഇതിപ്പോൾ സ്വർണത്തിൻ്റെ നിറമാണല്ലോ കാണുന്നത്. അതിന് മതിൽ ഉണ്ടെന്ന് പറയുന്നു. ആ മതിൽ സൂര്യകാന്തം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അപ്പം അതായി മതിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഇത് സിയോൻ മലയിലിരുന്ന് ഭരിക്കുന്ന പറയുന്നത്. അത് 144,000 പേരാണ് കൂടെയുള്ളത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിതാവ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ യേശുക്രിസ്തു അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുണ്ട്. ആ മതിൽ നമ്മൾ കണ്ടല്ലോ. ഈ മതിലിൻ്റെ അടിസ്ഥാനങ്ങൾ 12 ഉണ്ടെന്ന് പറയുന്നത്. 12 അടിസ്ഥാനങ്ങളിൽ 12 അപ്പസ്തോലന്മാരുടെ പേര് കൊത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഓരോ അടിസ്ഥാനത്തിലും ഓരോ അപ്പസ്തോലന്മാരുടെ പേരായിരിക്കും എന്ന് വിചാരിക്കുക. എന്നോട് സംസാരിച്ച നഗരത്തിൻ്റെ അതിൻ്റെ ഗോപുരത്തെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള അളവുകൾ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക ദൂരം കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം. അപ്പോൾ ഒരു ക്യൂബാണ്. അതിൻ്റെ മതിലളന്നു. മനുഷ്യ അളവിന് എന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 154 മുഴം. 154 മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മീറ്റർ ഹൈറ്റുള്ള മതിലാണ്. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനകത്ത് തങ്കവുമായിരുന്നു. ഇപ്പം ഈ നഗരം ഇത് സ്വർണ്ണമാണ്. അതാണ് ഈ കളർ കൊടുത്തിരിക്കുന്നത്, യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ചുറ്റുമുള്ള മതിൽ എന്ന് പറയുന്നത് അത് സൂര്യകാന്തം. പിന്നെ അടുത്ത് എന്താ കഴിക്കുന്നത്? നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നം കൊണ്ട് അലങ്കരിച്ചിരുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, അങ്ങനെ പറഞ്ഞ് സുഗന്ധിരത്നം വരെ. 12 ഗോപുരം, 12 മുത്ത് എന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. മതിലിൻ്റെ 12 അടിസ്ഥാനം 12 രത്നങ്ങളാണ്. ഇത് ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൂര്യകാന്തം, ഇതാ കളറ്. അത് നീലരത്നം, ഇതാ കളറ്. മാണിക്യം, ഇതാണ് കളറ്. അത് കഴിഞ്ഞ് മരതകം, പച്ച, കണ്ടോ. അത് കഴിഞ്ഞ് നഖവർണി എന്ന് പറയുന്നതാണ് ഗോമേതകം. ഇതൊക്കെ എല്ലാ ഇതുകളിൽ പറയുന്ന എല്ലാ ഈ രത്നങ്ങൾ അത് കോപ്പി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അടുത്ത് നമുക്ക് വായിക്കാം. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാട് അതിൻ്റെ മന്ദിരം. ഇപ്പം ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മന്ദിരം ഉണ്ടായിരുന്നില്ല. ഇതിൽ ആ സിയോൻ മലയാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ അടിയിൽ ഇങ്ങനെ പച്ച കളറിൽ. എന്നിട്ട് ഇവിടെ 154,000 പേര് എപ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് നമ്മളിവിടെ ചിത്രത്തിൽ ഇവിടെ കണ്ടല്ലോ. സിയോൻ പർവ്വതം ഇവിടെയുണ്ട്, അവിടെ ഈ 154,000 പേരും അവിടെയുണ്ട്. 1000 ആണ്ടും പിന്നെ അല്പകാലം കഴിയുമ്പോൾ അവർ നേരെ വരുന്നത് സിയോൻ പർവ്വതത്തിലേക്ക് തന്നെ. പിന്നെ ഇവിടെ വരുന്നത് 1000 ആണ്ട് ഭരിക്കുന്നതായിട്ടുള്ള ഒരു ഉത്ഥാനവും ഉൽപ്രാപണവും പ്രാപിച്ച വിശുദ്ധന്മാർ ഓരോരുത്തരും താന്താൻ്റെ നിരയിൽ എത്രയെന്ന് പറയുന്നുണ്ട്. അതൊരു ഓർഡറിലാണ് വരുന്നത്. അത് 1 കൊരിന്ത്യർ 15:23 പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:23 കൊടുക്കാം. ഓരോരുത്തനും താന്താൻ്റെ നിരയിൽ എത്ര. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനോട് അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ഈ അവൻ്റെ വരവിങ്കൽ എന്ന് പറഞ്ഞ ഒരു നിരയുണ്ട്. അതിൽ ആദ്യത്തെ 154,000 അവർ ക്രിസ്തുവിനും ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഗ്രൂപ്പാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഈ 154,000 പേരാണ് അവരെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ കൂടെ ഉണ്ടാകുന്നത് പിതാവും യേശു അവിടെ ഒരുമിച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ വചനം വായിച്ചില്ലേ, അതുപോലെ. അപ്പോൾ അതാണ് ആ കാണിച്ചത്. പിന്നെ റിവലേഷൻ പിന്നെ 21 വേറെ എടുക്കാം. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. യേശുവും ദൈവവും അവിടെയുണ്ട്. അപ്പോൾ എന്നാ അർത്ഥം അച്ഛൻ. അപ്പോൾ പിതാവും പുത്രനും ഒന്നായി. പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത് 3 അതൊന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരു നിശ്ചയ സമയത്തേക്ക് വേണ്ടി മാത്രം. അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ദൈവം അതിന് തിരിച്ചെടുത്തു എന്നർത്ഥം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി. പിന്നെ അടുത്ത് നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു.
അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യമില്ല. സൂര്യനും ചന്ദ്രനും സമുദ്രവും അതിലില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വത്തിലേക്ക് കൊണ്ടുവരും. ഈ ഭൂമിയിലെ രാജാക്കന്മാരാരാ? ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ ജനപ്പെരുപ്പം ഉണ്ടായി. അവിടെ രാജാക്കന്മാരൊക്കെ ഉണ്ട് അവിടെ. എന്നാൽ എല്ലാവരുടെയും മേൽ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരെ ഒരു ഭരണം അവരുടെ മേലുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞു. ആ രാജാക്കന്മാർ അതിൻ്റെ മഹത്വം കൊണ്ടുവരുമെന്ന് വെച്ചാൽ അവർക്ക് അനവധി അനുഗ്രഹങ്ങൾ ആ കാലത്ത് നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. കാരണം പിശാചിനെ ബന്ധിച്ചു. അത് കഴിഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് 1000 ആണ്ട് ആദാമൊക്കെ ജീവിച്ച കാലത്തെ പോലെ ജീവിക്കാൻ മാത്രമുള്ള ഒരു ആരോഗ്യം അവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുഗ്രഹമല്ലേ. അതുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറയുന്നതിൻ്റെ ആ മഹത്വം നിങ്ങളുടെയല്ല, ദൈവമേ അവിടുത്തെ മഹത്വമാണ്, അതാണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഗോപുരം പകൽക്കാലത്ത് അടക്കയില്ല, രാത്രിയില്ല. പിതാവും യേശുക്രിസ്തു അവിടെയുണ്ട്. അപ്പോൾ ആ വെളിച്ചം കൊണ്ട് രാത്രി ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹത്വം കൊണ്ട് ദൈവത്തെ അവർ ആരാധിക്കും എന്ന് പറയാം. കുഞ്ഞാടിൻ്റെ ജീവവസ്തു ധരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പുഷ്കും പ്രവർത്തിക്കുകയില്ല, അതിന് കടക്കുകയില്ല എന്ന് പറയുന്നത്. അതോടുകൂടി 27 വാക്യങ്ങളോടെ 21-ാം അധ്യായം കഴിഞ്ഞു. നമുക്ക് ഇനി 22-ലേക്ക് പോകാം. വീഥിയുടെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ശാസ്ത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവലനദിയും അവൻ എന്നെ കാണിച്ചു. അത് കുഞ്ഞാടിൻ്റെ ദൈവത്തിൻ്റെ ഒന്നായി. പിന്നെ നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കും. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക്. ഇത് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇതിനെ നമുക്കൊന്നെടുക്കാം. ഇതിൽ പറഞ്ഞ ഈ ജീവവൃക്ഷമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് സിയോൻ മലയിൽ യേശുക്രിസ്തുവും പിതാവും അവിടെ ഇരുന്ന് ഭരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 144,000 പേര് ഇവിടെയുണ്ട്. ഒരു നദി അവിടുന്ന് ഈ പുതിയ യെരൂശലേമിലേക്ക് ഒഴുകുന്നുണ്ട്. അതാണ് ഈ നദി, ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ടെന്നാണ് പറയുന്നത്, ജീവവൃക്ഷങ്ങളല്ല. എന്നാൽ പല റെഫറൻസ് ബൈബിളുകളിലും കൊടുത്തിരിക്കുന്നത് ഈ ജീവവൃക്ഷം എന്ന് പറയുന്നത് എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ പറയുന്നതായിട്ടുള്ള പല വൃക്ഷങ്ങളായിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ജീവവൃക്ഷം ആണുള്ളത്, ഇവിടെ ജീവവൃക്ഷങ്ങളാണ്. ഇവിടെയുണ്ട് ഇതേമാതിരി തന്നെ നദി ഇവിടുന്ന് സിയംപുറത്ത് നിന്ന് ഇങ്ങനെ അറബിക്കടലിലേക്ക് ഒഴുകുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഇലയും ജാതികൾക്ക് രോഗശാന്തിക്ക് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ റെഫറൻസ് ഇപ്പോൾ ഈ 22-ാം അധ്യായത്തിൽ ഇപ്പോൾ പറഞ്ഞ റെഫറൻസായിട്ട് കൺഫ്യൂസ് ആയിട്ട് പല റെഫറൻസ് ബൈബിളുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചെയ്തിരിക്കുന്ന യഥാർത്ഥം ഇത് വേറെ അത് വേറെ. ഇവിടെ ഒറ്റ വൃക്ഷമേ ഉള്ളൂ. ഇവിടെ എത്ര വൃക്ഷമുണ്ട്? ഇവിടെ അനവധി വൃക്ഷങ്ങളാണ് ഉള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് നമ്മൾ ഈ ചിത്രത്തെടുക്കുമ്പോൾ നമുക്കറിയാം. നോക്ക്, ഇത് ഒറ്റ വൃക്ഷമാണ്. നോക്ക് അതിൻ്റെ സൈഡ് വ്യൂ നോക്ക്, ഒറ്റ വൃക്ഷം. നദി ഇത്. അടുത്തത് നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അതത് 12 ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കും. വൃക്ഷത്തിൻ്റെ ഇതിലെ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അതായത് ഇവിടെ ജാതികളുണ്ടോ? ജാതികൾ എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ വരുന്ന ജാതികളാണ് ഈ പറയുന്നത്. അല്ലാതെ വേറെ ജാതികളില്ല. അവർക്ക് ഈ വൃക്ഷത്തിൻ്റെ ഇല കഴിച്ചാൽ രോഗങ്ങൾ മാറും. ഇപ്പം എന്നാലും അതൊരു ബ്ലെസ്സിങ് അല്ലേ. ശരിക്കും രോഗം വരിക എന്ന് പറയുന്നത് എങ്ങനെ? മനുഷ്യർക്ക് എങ്ങനെ രോഗം വരും എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ ഒരു മനുഷ്യന് രോഗം ഉണ്ടാകുന്നത് എവിടെ? ആത്മാവിനാണ് രോഗം ഉണ്ടാകുന്നത്. ആത്മാവിൻ്റെ രോഗം മാറിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗം മാറും. ആത്മാവിന് വരുന്ന രോഗം ആ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ചിലർക്ക് മരുന്ന് കഴിച്ചാൽ മാറും, ചിലർക്ക് മരുന്ന് കഴിച്ചാൽ മാറില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ മാറ്റുന്നതുണ്ട്. ഇവർക്ക് രോഗങ്ങളുണ്ടാവും. കാരണം ഈ 1000 ആണ്ട് വാഴ്ചയിലുള്ളവർക്ക് പിശാചിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിശാചിനെ അവിടെ ആഘാതകൂപത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും ഐശ്വര്യമുള്ളൊരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. പിശാചിനോട് യുദ്ധം ചെയ്ത് ജയിക്കാനാണ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇത്ര കഷ്ടം സഹിച്ച് ജീവിച്ച ആൾക്കാർ അത്രയും ബ്ലെസ്സിങ് അവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ വലിയ കുറവുണ്ടെന്നൊന്നും പറയില്ല. നമ്മളൊക്കെ ഇവിടെ ഇതുമാത്രം മരുന്ന് കഴിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു കൂടുന്നു. ഇപ്പം അത് ഒന്നും കൊണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ഇല മാത്രം കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമല്ലേ. അതാണ് ഈ ഉദ്ദേശിച്ചത്. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ശാപം എല്ലാം തീർന്നുപോയി. ദൈവം ശപിച്ചത് ഭൂമിയെ ശപിച്ചു, ഔവ്വനെ ശപിച്ചു, ആദാമിനെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു. ഭൂമി മൊത്തം ശാപമായി. ഭൂമി ഫലം തരില്ല എന്ന് പറയുന്നുണ്ട്. കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും.
എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് മനുഷ്യനെ ജോലി ചെയ്യാനായിട്ട് വിട്ടുന്ന ദൈവമാണ്. അതെല്ലാം പോയി. ആ ശാപം തിരിച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ നിത്യതയിലാണ്. ആ ശാപം ഉണ്ടാകില്ല എന്ന് പറയുന്നത്. അത് മാറിപ്പോയി, പുതിയതായി. അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അവരുടെ നെറ്റിയിൽ എൻ്റെ നാമവും പുതിയ നാമവും ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് ഈ പറഞ്ഞ ആ അവസ്ഥയുണ്ട്. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവർ രാജാക്കന്മാർ എന്ന് പറയുന്നത് അവിടെ അപ്പോൾ ഇവിടെ പ്രജകൾ വേണ്ടേ? പ്രജകളെന്ന് 1000 ആണ്ട് വരുന്ന മറ്റുള്ള പ്രജകളെ കുറിച്ചാണ് പ്രജകളെന്ന് പറയുന്നത്. മറ്റതെല്ലാം ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ ആണ് ബാക്കിയുള്ള രാജാക്കന്മാരായിട്ട് വാഴുന്നത്. അപ്പോൾ അവിടെ രാത്രി ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. അതിവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ദൈവമായ കർത്താവാണ് അവിടുത്തെ വെളിച്ചം. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ദൂതനെ അയച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. യോഹന്നാനോട് പറയാണ്, പെട്ടെന്ന് സംഭവിക്കാൻ പോവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഉണ്ടാവും, വേഗം വരാൻ പോവാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം, പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രമാണിക്കണം, അനുസരിക്കണം എന്ന് പറയാണ്. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ഭൃത്യനായിട്ടാണ് പറയുന്നത്. ഭൃത്യൻ അത് ദൂതനാണ് പറയുന്നത്. അപ്പം ദൈവം നമുക്ക് ദൂതന്മാരെ അയച്ചിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദൂതന്മാരെ കാവൽ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭൃത്യനെ ആരെങ്കിലും നമസ്കരിക്കുമോ? ഒരിക്കലുമില്ല. ആരാധിക്കുകയുമില്ല. അതിപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ആളാണ്, എന്നെ നമസ്കരിക്കേണ്ട കാര്യമില്ല. പിശാചിൻ്റെ ദൂതന്മാരെ അങ്ങനെ, പിശാചും അങ്ങനെയല്ല. പിശാച് എന്നെ ആരാധിക്കും എന്നല്ലേ പറയുന്നത്. പക്ഷേ ഇത് സത്യമുള്ള ദൂതനായതുകൊണ്ട് ദൂതൻ പറയണ എന്നെ ആരാധിക്കരുത്, ഞാൻ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അവൻ എന്നോട്, ഇത് സമയമെടുത്തിരിക്കുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഈ മുദ്രയിടാൻ പറഞ്ഞ ആരോടാ? ദാനിയേലിനോട് പറഞ്ഞു. അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടേക്ക് വെച്ചു. ഇത് ഇവിടെ അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉടനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. ഈ അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇതും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അത് ദൈവത്തിൻ്റെ ആഗ്രഹമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ എന്ന് പറഞ്ഞത്. ദൈവമക്കൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേസമയം ലോകപ്രകാരം നടക്കുന്ന ആൾക്കാർക്ക് നരകമാണ്. അവർ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് ദൈവം പറയുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തർക്ക് അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കുമെന്നാണ് പറയുന്നത്. വിധിയെല്ലാം നേരത്തെ കഴിഞ്ഞു. പക്ഷേ അതെങ്കിലും ഇവിടെ അവസാനം ഒടുക്കി കൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തിനും ഒടുക്കത്തിനും ആദ്യവും അന്ത്യവുമാകുന്നു. അത് നമുക്കറിയാം. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് ഓരോ നേരത്തും നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥനയിലും വിശദീകരണത്തിലും നടക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പറയപ്പെടുകയും അതിനെ പ്രവർത്തനം ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഇപ്പോൾ ഇത് നാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിച്ച് തിന്നുന്ന സ്വഭാവമുള്ളൊരു ജീവിയാണ് ഈ നായ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മനുഷ്യരും അതേ സ്വഭാവമുള്ളവരുണ്ട്. നമ്മൾ സത്യം ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി പഴയ രീതിയിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് ഈ നായക്കളുടെ സ്വഭാവം. പിന്നെ ക്ഷുദ്രക്കാർ നമുക്കറിയാം, ഇത് മന്ത്രവാദം നടത്തുന്ന ആൾക്കാരും പൈശാചിക പ്രവൃത്തികൾ ചെയ്ത് സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ദുർനടപ്പുകാർ, അത് നമുക്കറിയാം. കൊലപാതകന്മാരറിയാം. ബിംബാരാധികൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള നമുക്കറിയാലോ. ഒന്ന് യഥാർത്ഥ അക്ഷരികമായിട്ടുള്ള ബിംബത്തെ ആരാധിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ഭൂമിയിലെ ജാതികളൊക്കെ. പിന്നെ അതുകൂടാതെ ഈ ലോകത്തെ കൂടുതൽ സ്നേഹിക്കുന്നവർ, അതും ഒരു ബിംബാരാധനയാണ്. ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ അതായത് നുണയമേലാണ് ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത് തന്നെ. സത്യം ആരെങ്കിലും പറയോ? ഒരു കാര്യം നമുക്ക് ചോദിച്ചാൽ അറിയണമെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ, അതും മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല. അതിലുണ്ട് കുറേ നുണകൾ പറഞ്ഞു നടക്കുന്നവർ ധാരാളമുണ്ട്. പിന്നെ ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, അത് നുണ പറഞ്ഞ് കാര്യം നടത്താം, നുണ പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല ഈ ലോകത്ത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരും അതുപോലെ എപ്പോഴും ചോദിച്ചാൽ നുണ തുടങ്ങി പറയുള്ളൂ. ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നവരും അങ്ങനെ നുണ പറഞ്ഞ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അവർ വലിയ കുടുക്കിൽ പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ
ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവർക്ക് അവകാശമില്ല എന്നാണ് പറയുന്നത്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാവുന്നു. അതന്നെ യേശു ക്രിസ്തു ക്രിസ്തു പറയാണ്. ദൂതനെ അയച്ചിട്ടാണ് യോഹന്നാനിത് കൊടുക്കുന്നതാണ് പറയുന്നത്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ പുതിയ യെരൂശലേമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവജലം സൗജന്യമായി കൊടുക്കും. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. അതായത് ഈ പുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പല സഭകളും പലരും ചേർക്കുന്നുണ്ട്. ഈ പ്രവചന പുസ്തകത്തിൽ ഈ ബൈബിൾ മുഴുവൻ അതിൽ വരും. ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ടുള്ള കൃതികളായിട്ട് എഴുതി ചേർക്കുന്നുണ്ട്. ഈവൻ പെന്തക്കോസ്ത് സഭകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പുസ്തകത്തിൽ പറയാത്തൊരു കാര്യമാണ് പെന്തക്കോസ്തുകാർ ചെയ്യും. മറ്റുള്ളവരെ പറ്റി ഞാൻ പറയുന്നില്ല. അവർ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു രഹസ്യമായിട്ട് വന്ന് ചർച്ചിനെ അങ്ങ് എടുത്തു കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. അന്ത്യക്രിസ്തുവിൻ്റെ 7 കൊല്ലത്തെ കഷ്ടപ്പാടാണ്. അത് തുടങ്ങുന്നത് ഒന്നാമത്തെ മുദ്രം പൊട്ടിക്കുമ്പോഴാണ്. ഇത് പച്ച നുണയാണ് പറയുന്നത്. അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും അവർ വായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. വാസ്തവത്തിൽ യേശുക്രിസ്തു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അന്ത്യക്രിസ്തു ആണ് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലെ 6-ാമത്തെ കാഹള ഊതിയതിന് ശേഷം മാത്രമേ വരുള്ളൂ. 6ഉം 7ഉം കാഹളത്തിനകത്താണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കിയാൽ 9-ാം അധ്യായവും തുടങ്ങി അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. 16 കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് സൂര്യനും ചന്ദ്രനും വെളിച്ചമില്ലാണ്ടാകും, നക്ഷത്രങ്ങൾ താഴ്ത്തി വീഴുന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക, കൂട്ടിക്കഴിഞ്ഞാൽ അതിനോട് കൂട്ടിച്ചേർക്കല്ലേ. അതായത് കർത്താവ് കൊണ്ട് വരും എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പറയല്ലേ. അപ്പോൾ അതിന് സംഭവിക്കണം എന്താണെന്ന് പറയാം. കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. എന്താ സംഭവിക്കാൻ കാരണം? അങ്ങനെ പറഞ്ഞ് കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പം മുദ്ര എടുക്കാനുണ്ട്, വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ര എടുക്കുക. ആ മുദ്ര എടുത്താൽ എല്ലാ ബാധകളും വരെ ബാധിക്കും. മുദ്ര എടുക്കാതിരുന്നെങ്കിൽ മാത്രമേ അത് ബാധിക്കാതെ. അതാണ് അതിൽ പറയുന്നുണ്ട്. അവരത് എടുക്കുമെന്ന അർത്ഥം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും നശ്വത നരകത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ആ പുസ്തകത്തിൽ നിന്നുള്ളത് നീക്കിക്കളഞ്ഞാലും ഡേഞ്ചറാ. നീക്കിക്കളയാന്നതിന് തുല്യമല്ല ഇത് വായിക്കാതിരിക്കുന്നത്. വായിച്ചിട്ട് യാതൊരു കാര്യമില്ല, അതൊന്നും മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വായിക്കാതിരുന്നാലും ഈ പറഞ്ഞ ദോഷം അവർക്ക് സംഭവിക്കുമെന്നർത്ഥം. ഇത് സാക്ഷീകരിക്കുന്ന ഞാൻ അതെ, എന്നാൽ അതെ ഞാൻ വേഗം വരുന്നു എന്നറിയി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശുവെ വരണമേ. എൻ്റെ കർത്താവ് യേശുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുവാണ്. ദൈവമേ വേഗം വരണമേന്ന് ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്.